ഷിജോ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി. ഷിജോ, ഇതുവരെയും ശ്യാമിലി പോലീസിൽ പരാതി നൽകിയിട്ടില്ലേ? ഇനിയുള്ള ഒരു തീരുമാനം, നീക്കം എങ്ങനെയായിരിക്കും? ദിവ്യ, ഇന്ന് ഉച്ചയ്ക്ക് 12:00 തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ഈ സംഭവം നടക്കുന്നത്. 3 വർഷമായിട്ട് സീനിയർ അഭിഭാഷകനായിട്ടുള്ള പൂന്തുറ സ്വദേശി ബെയിൽ ദാസിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരികയാണ് ശ്യാമിലി. നേരത്തെയും ശ്യാമിലിക്ക് സമാനമായ രീതിയിലുള്ള അനുഭവം ഈ സീനിയർ അഭിഭാഷകനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും മറ്റു പല ഫയലുകൾ മുഖത്തേക്ക് വലിച്ചെറിയുകയും മറ്റ് സീനിയർ അഭിഭാഷകർ മുന്നിൽ വെച്ച് ഇദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ശ്യാമിലി പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഈ സംഭവം നടക്കുന്നത്. അതിന് പിന്നാലെ ശ്യാമിലി ഇപ്പോൾ ഇതിനുവേണ്ടി ചികിത്സ തേടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്യാമിലിയെ കൊണ്ടുപോയിരിക്കുകയാണ്. കൈകൊണ്ടാണ് ശ്യാമിലിയുടെ മുഖത്ത് അടിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അത് ചെറിയ അടിയൊന്നുമല്ല, നല്ല ഒന്നാന്തരമായിട്ടുള്ള അടിയാണ് ശ്യാമിലിയുടെ ഇടത് കവിളിൽ കിട്ടിയിരിക്കുന്നത്. ആ ഇടത് കവിളിനോട് ചേർന്ന് കണ്ണും ഒരു ഭാഗത്ത് ഇവിടെ നന്നായിട്ട് ചുമന്ന് കിടക്കുകയാണ്, ചുമന്ന് കരിനീലിച്ച് കിടക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ശക്തിയിലാണ് ആ സീനിയർ അഭിഭാഷകൻ ഈ പെൺകുട്ടിയെ അടിച്ചത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ശ്യാമിലി ഇരയാകേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ ശ്യാമിലിയുടെ ആ മുഖത്തെ കാഴ്ചകൾ കാണുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്യാമിലി തീരുമാനിച്ചിരിക്കുന്നത്. ശ്യാമിലിയുടെ കുടുംബവും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ബാർ കൗൺസിലിലും ബാർ അസോസിയേഷനിലും ശ്യാമിലി പരാതി നൽകും. നിലവിൽ ആശുപത്രിയിൽ CT സ്കാൻ എടുത്തതിന് ശേഷം പോലീസിൽ പരാതി കൊടുക്കും എന്നുള്ള കാര്യമാണ് ശ്യാമിലി അല്പസമയം മുമ്പ്. എന്തായാലും തിരുവനന്തപുരത്താണ് സീനിയർ അഭിഭാഷകന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. വനിതാ അഭിഭാഷകയെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത്. എത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് എന്ന് മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.